ഹായ് വെൽക്കം ടു കുഷ്യറ്റ് ബീൻ ബാഗ് എക്സ്ക്ലൂസീവ് സ്റ്റോർ കൊച്ചി. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ബീൻ ബാഗിനെ കുറിച്ചിട്ടല്ല, മറിച്ച് ബീൻ ബാഗിൻ്റെ ഫ്യുവലായിട്ടുള്ള തെർമോകൂൾ ബോളിനെ കുറിച്ച്, അതായത് ബീനിനെ കുറിച്ചിട്ടാണ്. പലപ്പോഴും ബീനിന് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 1 kg ബീനിന് എത്രയാണ് പ്രൈസ് എന്നുള്ളത്. ആക്ച്വലി ബീനിൻ്റെ വെയ്റ്റും പ്രൈസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനേ എനിക്ക് നിർവാഹമുള്ളൂ. കാരണം ബീൻ ബാഗിൽ ഉപയോഗിക്കുന്ന തെർമോകൂൾ ബോളിന്, അതായത് ബീനിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഉദാഹരണത്തിന് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ബീനായിരിക്കണം, ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരിക്കണം, എന്ന് വെച്ചാൽ വോളിയം കൂടുതലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബീൻ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ പാടില്ല, പിടിച്ച് ഞെക്കി വിടുമ്പോൾ അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരികയും വേണം. പിന്നെ വാഷ്ഡ് ബീനായിരിക്കണം, എന്ന് വെച്ചാൽ കഴുകിയിട്ടുള്ള ബീനായിരിക്കണം. അതെന്താണ് അങ്ങനെ പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഫാബ്രിക് ആയിട്ടുള്ള ബീൻ ബാഗുകളിൽ 100% വാഷ്ഡ് ബീനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അലർജി വരും. ഇനി അതല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ലെതറേറ്റ് പോലെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ അപ്പോഴും അത് സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ അപ്പോഴും പ്രശ്നമുണ്ട്, ലെതറേറ്റ് ബീൻ ബാഗുകൾ വലിഞ്ഞ് സ്റ്റിച്ചിങ് ഗ്യാപ്പുകൾ വരും, അപ്പോൾ അതിലൂടെ ഈ പൊടി പുറത്തേക്ക് തള്ളും. അപ്പോൾ വാഷ്ഡ് ബീനാണ് ബെറ്റർ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ജിയോമാർട്ട് പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നാണ് നിങ്ങളിത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും സെലക്ട് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ റിവ്യൂസ് നോക്കുക, കസ്റ്റമർ റിവ്യൂ നോക്കുക, അതിൽ എന്താണ് കസ്റ്റമേഴ്സിന് ഉള്ള അഭിപ്രായം എന്ന് നോക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ബീൻ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.